ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓഗസ്റ്റ് 8-ാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ്. വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം. എല്ലാ എക്സാമുകളും വളരെ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് കറണ്ട് അഫയേഴ്സ് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കറണ്ട് അഫയേഴ്സ് മേഖല നിങ്ങൾക്ക് ഈസിയായി പഠിക്കാൻ വേണ്ടി ടാലന്റ് പുറത്തിറക്കിയിട്ടുള്ളതാണ് കറണ്ട് അഫയേഴ്സ് ബുക്ക് 2026 എഡിഷൻ. അപ്പോൾ ഈ നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളുടെ ക്വാളിറ്റി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഈ ഒരു ക്ലാസ്സുകൾ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ബുക്കും തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൽ കാണുന്ന ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ബുക്ക് ഡയറക്റ്റ്ലി ഓർഡർ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കയറിയിട്ടോ അല്ലെങ്കിൽ ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയോ ഇനി നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ നിങ്ങൾക്ക് ബുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഉടൻ തന്നെ ഈ ഒരു ബുക്ക് സ്വന്തമാക്കുക. ഇനി വരുന്ന എക്സാമുകളിൽ ചോദിക്കാവുന്ന കറണ്ട് അഫെയറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഉടൻ തന്നെ ഈ ബുക്ക് സ്വന്തമാക്കി നല്ല രീതിയിൽ പഠിക്കുക. ഇനി നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിൻമെന്റ് ആണ്. 2026 ഓഗസ്റ്റിൽ എയർ ഇന്ത്യയുടെ സിഇഒയും അതേപോലെ മാനേജിംഗ് ഡയറക്ടറുമായി നിയമിതനായത് ആരെന്നാണ് നോക്കുന്നത്. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ പേര് നോട്ട് ചെയ്ത് വെക്കുക. ടെവോൾഡെ ഗബ്രിയേമറിയം ആണ്. ആരാണ്? ടെവോൾഡെ ഗബ്രിയേമറിയം ആണ് എന്താണ് നമ്മുടെ എയർ ഇന്ത്യ എന്നുള്ള ഈ ഒരു എയർലൈനിന്റെ എന്താണ് സിഇഒയും അതേപോലെ മാനേജിംഗ് ഡയറക്ടറുമായിട്ട് നിയമിതനായിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിനു മുമ്പ് അദ്ദേഹം എന്താണ് എത്യോപ്യൻ എയർലൈനിന്റെ മേധാവിയായിട്ട് ആ ഒരു പൊസിഷൻ വഹിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് എത്യോപ്യൻ എയർലൈനിന്റെ മേധാവി സ്ഥാനം വഹിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. ആരാണ്? ടെവോൾഡെ എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ അദ്ദേഹമാണ് എന്താണ് 2026 ഓഗസ്റ്റില് എയർ ഇന്ത്യയുടെ എന്താണ് സിഇഒയും അതേപോലെ മാനേജിംഗ് ഡയറക്ടറുമായിട്ട് നിയമിതനായിരിക്കുന്നത്. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഇതാണ്. KSRTCയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത വാട്സ്ആപ്പ് ടിക്കറ്റിംഗ് സംവിധാനം എന്താണ് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഇനാഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. എന്താണ് നമ്മുടെ KSRTCയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI ബേസ്ഡ് ആയിട്ടുള്ള ഒരു വാട്സ്ആപ്പ് ടിക്കറ്റിംഗ് സംവിധാനമാണ് ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാട്സ്ആപ്പ് ടിക്കറ്റ് ബുക്കിംഗ് സംവിധാനം വഴി നിങ്ങൾക്ക് ഒരു വാട്സ്ആപ്പ് നമ്പർ ഉണ്ട്. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമുക്ക് എന്താണ് ഈ ഒരു നമ്പറിൽ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സന്ദേശം അയച്ചു കഴിഞ്ഞാൽ അതുവഴി നമുക്ക് എന്താണ് ഈ ഒരു ടിക്കറ്റ് ബുക്കിംഗ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ആ വാട്സ്ആപ്പ് നമ്പർ ഇതാണ് 9447071021 എന്നുള്ള നമ്പറാണ്. അപ്പോൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അല്ലെങ്കിൽ ഒരു ഹായ് അയച്ചാൽ അതിൽ നിന്ന് നമുക്ക് എന്താണ് ഇതിനായിട്ടുള്ള ഓപ്ഷൻസ് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എവിടെ നിന്നാണോ കയറേണ്ടത്, അതേപോലെ ഏത് സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടത്, പിന്നെ എത്ര ടിക്കറ്റുകളാണ് നമുക്ക് ബുക്ക് ചെയ്യേണ്ടത് തുടങ്ങിയ വിവരങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ സമയത്തുള്ള അല്ലെങ്കിൽ എന്താണ് അവിടെ ആ ഒരു റൂട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ബസ്സുകളുടെ കംപ്ലീറ്റ് ലിസ്റ്റ് വരികയും പിന്നെ അതിലൂടെ നമ്മുടെ സമയത്തിനനുസരിച്ചുള്ള ടിക്കറ്റ് നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലാണ് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിതമായിട്ടുള്ള വാട്സ്ആപ്പ് ടിക്കറ്റിംഗ് സംവിധാനം പ്രവർത്തിക്കുന്നത്. പിന്നെ കഴിഞ്ഞൊരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് എന്താണ് ഈ ഒരു KSRTCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിലോ നമുക്ക് അത് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ടോൾ ഫ്രീ നമ്പർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ നമ്പർ ഏതാണ്? 149 എന്നുള്ള നമ്പർ ആയിരുന്നു. അപ്പോൾ ഇതും എന്താണ് പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എന്താണ് നിതിൻ സാർ എടുത്തിട്ടുണ്ടായിരുന്ന നിയമസഭാ മന്ത്രിമാരുടെ ക്ലാസ്സുകളിൽ നമ്മൾ കോഡ് സഹിതം ഈ ഒരു മന്ത്രിമാരെ എല്ലാം പഠിച്ചതാണ്. അപ്പോൾ ഒന്നെങ്കിൽ CP എന്നുള്ളത് എന്താണ് PP എന്ന് ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ജോൺ എന്നുള്ളത് ഹോൺ എന്ന രീതിയിൽ കണക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഗതാഗത വകുപ്പ് മന്ത്രി ആരാണ്? CP ജോൺ ആണെന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിയത് എന്താണ് KSRTC അടുത്തിടെ കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു AI അധിഷ്ഠിതമായിട്ടുള്ള വാട്സ്ആപ്പ് ടിക്കറ്റിംഗ് സംവിധാനത്തെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ആ ഒരു വാട്സ്ആപ്പ് നമ്പറിൽ ഈ പറഞ്ഞിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നമ്മൾ മെസ്സേജ് അയക്കുന്നത് വഴി അതിലൂടെ തന്നെ നമുക്ക് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഇതാണ്. ബഹിരാകാശത്ത് സ്പേസ് വാക്ക് നടത്തിയ ആദ്യ മലയാളി ആരെന്നാണ് നോക്കുന്നത്. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക. അനിൽ മേനോനാണ്. ആരാണ്? അനിൽ മേനോനാണ്. എന്താണ് ബഹിരാകാശത്ത് സ്പേസ് വാക്ക് നടത്തിയ ആദ്യ മലയാളി ആരാണെന്ന് ഓർത്ത് വെക്കുക. അനിൽ മേനോനാണ്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തതാണ് എന്താണ് നാസയുടെ ഒരു ദൗത്യത്തിന്റെ ഭാഗമായിട്ട് എന്താണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് നമ്മുടെ മലയാളിയായിട്ടുള്ള അനിൽ മേനോൻ യാത്ര ചെയ്ത കാര്യം നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു ദൗത്യത്തിൽ തന്നെ എന്താണ് ഓഗസ്റ്റ് 6-നാണ്, ഈ മാസം 6-ാം തീയതിയാണ് അദ്ദേഹം ഈ ഒരു സ്പേസ് വാക്ക് നടത്തിയത്. എന്നാണെന്ന് ഓർത്ത് വെക്കുക. 2026 ഓഗസ്റ്റ് 6-നാണ് ഈ ഒരു സ്പേസ് വാക്ക് നടത്തിയത് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഇനി ഈ ഒരു നടത്തത്തിന് ഒരു പേര് നൽകിയിട്ടുണ്ട്. അത് ഏതാണെന്ന് കൂടി ഒന്ന് നോട്ട് ചെയ്യുക. US സ്പേസ് വാക്ക്. എന്താണ് US സ്പേസ് വാക്ക് എന്താണ് 96 എന്നാണ് ഈ ഒരു ദൗത്യത്തിന് നൽകിയിരിക്കുന്ന പേര്. US സ്പേസ് വാക്ക് 96 എന്നാണ് ഈ ഒരു ദൗത്യത്തിന് നൽകിയിരിക്കുന്ന പേര്. അപ്പോൾ
അപ്പോൾ ഓഗസ്റ്റ് 6-ാം തീയതിയാണ്, ഈ മാസം 6-ാം തീയതിയാണ് ഈ ഒരു സ്പേസ് വാക്ക് നടത്തിയത്. അതിനുള്ള കാരണം എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പേസ് വാക്ക് നടത്തിയത്? നമ്മുടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ സൗരോർജ്ജ സംവിധാനം നവീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സ്പേസ് വാക്ക് നടത്തിയത്. 6.5 മണിക്കൂറോളം നീണ്ടിട്ടുണ്ടായിരുന്ന ഒരു സ്പേസ് വാക്ക് ആയിരുന്നു ഇത് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ പറഞ്ഞു എന്താണ്, ഈ ഒരു സ്പേസ് വാക്ക് നടത്തിയ ആദ്യ മലയാളിയാണ് അനിൽ മേനോൻ എന്ന് പറഞ്ഞു. 6.5 മണിക്കൂർ നീളുന്ന ഈ ഒരു സ്പേസ് വാക്കിൽ അദ്ദേഹത്തിന്റെ കൂടെ ഈ ഒരു യാത്രയുടെ ഭാഗമായിട്ടുള്ള നാസയുടെ തന്നെ ഒരു ബഹിരാകാശ യാത്രികയും കൂടി ഉണ്ടായിരുന്നു. ആ പേര് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ജെസിക്ക മീർ. ആരാണ്? ജെസിക്ക മീറും അനിൽ മേനോനൊപ്പം ഈ ഒരു സ്പേസ് വാക്കിൽ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഇനി നമ്മൾ പറഞ്ഞു എന്താണ്, നാസ വിക്ഷേപിച്ച ഒരു ദൗത്യത്തിന്റെ ഭാഗമായിരുന്നു എന്നുള്ള കാര്യം. അപ്പോൾ ഏതായിരുന്നു ആ ഒരു ദൗത്യം എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. സോയൂസ് MS-29 എന്നുള്ള ദൗത്യമായിരുന്നു. എന്താണ്? സോയൂസ് MS-29 എന്നുള്ള ദൗത്യമായിരുന്നു. എന്നാണ് വിക്ഷേപിച്ചത്? 2026 ജൂലൈ 14-നായിരുന്നു വിക്ഷേപിച്ചത്. ജൂലൈ 14-നാണ് എന്താണ്, സോയൂസ് MS-29 എന്നുള്ള ഈ ഒരു വിക്ഷേപണം നടന്നിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായിട്ട് പോയിരിക്കുന്ന ബഹിരാകാശത്ത് പോയിട്ടുള്ള നമ്മുടെ ഒരു മലയാളിയാണ് അനിൽ മേനോൻ എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു യാത്രയുടെ ഭാഗമായിട്ട് തന്നെ അദ്ദേഹം പുതിയ ഒരു ചരിത്രം തന്നെ കുറിച്ചിരിക്കുകയാണ്. ബഹിരാകാശത്ത് സ്പേസ് വാക്ക് നടത്തിയ ആദ്യ മലയാളിയായിട്ട് മാറിയിരിക്കുകയാണ് അനിൽ മേനോൻ. ഓക്കെ, ഇനി വരാനുള്ള ഒരു പ്രധാനപ്പെട്ട എക്സാമാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ വളരെ നല്ലൊരു ജോലിയാണ്, വളരെ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ജോലിയാണ്. അപ്പോൾ PSC ഉദ്യോഗാർത്ഥികൾക്ക് അവർക്കുമൊക്കെ വളരെ പ്രിയപ്പെട്ട ഒരു ജോലി തന്നെയാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്നുള്ള ഈ ഒരു പൊസിഷൻ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് നല്ല രീതിയിൽ പരിശീലിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ടാലന്റ് പുറത്തിറക്കിയിരിക്കുന്ന ഒരു ബുക്കാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് റാങ്ക് ഫെയിൽ. അപ്പോൾ ഈ ബുക്ക് നിങ്ങൾക്ക് ഈ ഒരു QR കോഡ് വഴി ഓർഡർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എക്സാമിന് വേണ്ടിയിട്ട് നമുക്കറിയാം, ഈ ഒരു എക്സാമിൽ ഇംഗ്ലീഷിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് സിലബസിൽ. അപ്പോൾ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ് പ്രകാരം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടിയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു റാങ്ക് ഫെയിൽ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും പുതിയ എഡിഷൻ ആയിട്ടുള്ള ഈ ഒരു ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ റാങ്ക് ഫെയിൽ നിങ്ങൾ ഉടൻ തന്നെ സ്വന്തമാക്കുക. ഈ ഒരു എക്സാമിന് വേണ്ടി പഠിക്കാനായിട്ട് നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു ബുക്കാണിത്. നല്ല രീതിയിൽ ഇത് വെച്ചിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ പോയിന്റിലേക്ക് തിരിച്ചു വരാം. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ്, കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളെ കൂടുതൽ ജനസൗഹാർദ്ദമാക്കുന്നതിനായിട്ട് ആരംഭിക്കുന്ന പദ്ധതി ഏതെന്നാണ്. പദ്ധതി ഇതാണ്, മൈ പോലീസ് സ്റ്റേഷൻ. എന്താണ്? മൈ പോലീസ് സ്റ്റേഷൻ എന്നുള്ള പദ്ധതിയാണ്. നമ്മൾ ഈ ഒരു പദ്ധതി എന്തിനു വേണ്ടിയിട്ടാണ് ആരംഭിക്കുന്നതെന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ സ്റ്റേഷനുകളെയൊക്കെ കൂടുതൽ ജനസൗഹാർദ്ദമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി ആരംഭിക്കുന്നത്. ഈ ഒരു പദ്ധതി ഈ വർഷം 2026 ഓഗസ്റ്റ് 15 മുതലാണ് നടപ്പിലാക്കാൻ പോകുന്നത്. അപ്പോൾ മൈ പോലീസ് സ്റ്റേഷൻ എന്നുള്ള ഈ ഒരു പദ്ധതി വരുന്നത് എപ്പോൾ മുതലാണ്? ഓഗസ്റ്റ് 15 മുതലാണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഇനി ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് പോലീസ് സ്റ്റേഷനുകളിൽ ചില മാറ്റങ്ങൾ വരുന്നുണ്ട്. പോലീസ് സ്റ്റേഷന്റെ ചുമതല, അതായത് SHO പോസ്റ്റ് ഇനി മുതൽ SIമാരായിരിക്കും വഹിക്കുന്നത്. SIമാരാണ്. SIക്ക് കൈമാറുകയാണ്. അപ്പോൾ പോലീസ് സ്റ്റേഷന്റെ ചുമതല ഇനി SIക്കായിരിക്കും ഉണ്ടാവുന്നത്. SHO എന്നുള്ള ആ ഒരു പോസ്റ്റിംഗ് വരുന്നത് ആർക്കായിരിക്കും? ഇനി SIമാർക്കായിരിക്കും. ഇനി ഇതിൽ പറയുന്നതിൽ ഈ ഒരു പദ്ധതി പ്രകാരം തന്നെ ഈ ഒരു കൈമാറ്റം നടക്കുന്നുണ്ടെങ്കിലും, അതായത് SIമാർക്ക് കൈമാറുന്ന കാര്യം നമ്മൾ പറഞ്ഞു. പക്ഷെ ഒരു കാര്യമുണ്ട് ഇവിടെ, മുല്ലപ്പെരിയാർ സ്റ്റേഷനിൽ ഈ ഒരു SHO അല്ലെങ്കിൽ സ്റ്റേഷന്റെ ചുമതല വഹിക്കുന്നത് DYSP ആയിരിക്കും. ആ കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. മുല്ലപ്പെരിയാർ സ്റ്റേഷനിൽ, പോലീസ് സ്റ്റേഷനിൽ ഈ ഒരു SHO പൊസിഷൻ അല്ലെങ്കിൽ സ്റ്റേഷന്റെ ചുമതല വഹിക്കുന്നത് DYSP ആയിരിക്കും എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിയത് ഒരു പദ്ധതിയാണ്, മൈ പോലീസ് സ്റ്റേഷൻ എന്നുള്ള പദ്ധതിയാണ്. 2026 ഓഗസ്റ്റ് 15 മുതലാണ് ഈ ഒരു പദ്ധതി ആരംഭിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് പോലീസ് സ്റ്റേഷനുകളുടെ ചുമതല SHO എന്നുള്ള പൊസിഷൻ SIമാർക്ക് കൈമാറുന്നതാണ്. എന്നാൽ മുല്ലപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലെ അവിടുത്തെ ഈ ഒരു സ്റ്റേഷന്റെ ചുമതല നൽകുന്നത് DYSPക്കായിരിക്കും എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോകാം. ഇനി നമ്മൾ നോക്കുന്നത് കോടതിയുടെ നമ്മുടെ കേരള ഹൈക്കോടതിയുടെ ഒരു പ്രഖ്യാപനമാണ് നോക്കുന്നത്. എന്താണെന്ന് നോക്കാം. കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന വനിതാ ജീവനക്കാർക്കും ഗർഭപാത്രം നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയയ്ക്ക് ശമ്പളത്തോടു കൂടിയ 45 ദിവസത്തെ അവധിക്ക് അർഹതയുണ്ടെന്ന് അടുത്തിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏത് ഹൈക്കോടതിയാണെന്ന് നോട്ട് ചെയ്യുക. കേരള ഹൈക്കോടതിയാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം കൊണ്ടുവന്നിരിക്കുന്നത്. അവർക്കും ശമ്പളത്തോട് കൂടിയിട്ടുള്ള 45 ദിവസത്തെ അവധിക്ക് അർഹതയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു നമുക്കറിയാം, കുറച്ച് പേർക്ക് പെർമനന്റ് ആയിരിക്കില്ല, കരാറടിസ്ഥാനത്തിലായിരിക്കും ജോലികൾ ഉണ്ടാവുന്നത്. അങ്ങനെയുള്ള ജീവനക്കാർക്കും ഈ ഒരു അവധി നൽകണം എന്നുള്ള പ്രഖ്യാപനമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകാനായിട്ടിടയായ ആ ഒരു ഹർജി ഏതാണെന്ന് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സമഗ്ര ശിക്ഷ എഡ്യൂക്കേറ്റർമാരായിട്ടുള്ള PC മോളി, അതേപോലെ തന്നെ നിഷ ജോസ് എന്നിവർ നൽകിയിട്ടുള്ള ഹർജിയിലാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഹൈക്കോടതി
കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, ഇങ്ങനെ പ്രഖ്യാപിച്ച കോടതി ഏതാണ്? കേരള ഹൈക്കോടതിയാണ്. എന്താ ഈ ഒരു കരാറടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന വനിതാ ജീവനക്കാർക്കും ഈ ഒരു ശസ്ത്രക്രിയ, അതായത് ഗർഭപാത്രം നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയയ്ക്ക് ശമ്പളത്തോട് കൂടിയിട്ടുള്ള 45 ദിവസത്തെ അവധി, അത് എന്താണ്, അവരും അർഹരാണ് എന്നുള്ള പ്രഖ്യാപനം കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ് നമ്മൾ നോക്കുന്നത് എന്താണ്, ഒരു പദ്ധതിയാണ്. അപ്പോൾ എന്താണ്, ഋതുധാര എന്നുള്ള ഈ ഒരു പദ്ധതിയാണ്. ഈ പദ്ധതി കൊണ്ടുവന്ന അല്ലെങ്കിൽ ഈ ഒരു പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതെന്നാണ് നോക്കുന്നത്? കർണാടകയാണ് കേട്ടോ. കർണാടകയാണെന്നാണ് ഋതുധാര എന്നുള്ള ഈ ഒരു പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. ഇനി എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണിത്? ആർത്തവ വിരാമ പ്രായത്തിലെ സ്ത്രീകൾക്ക് എന്താണ്, അവർക്ക് ആരോഗ്യ സംരക്ഷണം അല്ലെങ്കിൽ ആ സമയത്ത് അവർക്ക് എന്തെങ്കിലും വരാൻ സാധ്യതയുള്ള രോഗങ്ങളുടെ ലക്ഷണങ്ങളൊക്കെ മുൻകൂട്ടി തന്നെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. പദ്ധതിയുടെ പേര് ഓർത്തു വെക്കുക, ഋതുധാര എന്നുള്ള പദ്ധതിയാണ്. ഋതുധാര എന്നുള്ള പദ്ധതിയാണ്. പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. കർണാടകയിലാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പദ്ധതിയുടെ അംബാസഡർ, ബ്രാൻഡ് അംബാസഡർ ആരാണെന്നും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. രമ്യ എന്നുള്ള ആക്ട്രസ് ആണ്. എന്താണ്? രമ്യ എന്നുള്ള ചലച്ചിത്ര നടിയാണെന്നാണ് ഈ ഒരു പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ഇനി നമ്മൾ പറഞ്ഞു കർണാടകയാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചത്. അങ്ങനെയാണെങ്കിൽ കർണാടകയുടെ മുഖ്യമന്ത്രി ആരാണ്? DK ശിവകുമാർ ആണ്. ആരാണ്? DK ശിവകുമാർ ആണ് കർണാടകയുടെ മുഖ്യമന്ത്രി. ആ പോയിന്റ് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഫൈറ്റർ കോമ്പാക്ട് ലീഡർ ആരെന്നാണ് നോക്കുന്നത്. നോട്ട് ചെയ്ത് വെക്കുക, ഭാവന കാന്ത് ആണ്. ആരാണ്? ഭാവന കാന്ത് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഫൈറ്റർ കോമ്പാക്ട് ലീഡർ എന്നുള്ള കാര്യം വന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ എന്താണ്, ഭാവന കാന്ത് എന്താ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ഫൈറ്റർ കോമ്പാക്ട് ലീഡർ കോഴ്സ് എന്താണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അതിലൂടെയാണ് എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഫൈറ്റർ കോമ്പാക്ട് ലീഡറായിട്ട് ആര് മാറിയിരിക്കുന്നത്? ഭാവന മാറിയിരിക്കുന്നത്. ഇനി ഇതിനു മുമ്പ് നമ്മൾ ഭാവനയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. എന്താണ്? റിപ്പബ്ലിക് ഡേ പരേഡിൽ മാർച്ച് ചെയ്ത ആദ്യ വനിതാ യുദ്ധവിമാന പൈലറ്റ് കൂടിയാണ്. ആരാണ്? ഭാവന എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ്? റിപ്പബ്ലിക് ഡേ പരേഡിൽ എന്താണ് പരേഡ് ചെയ്ത അല്ലെങ്കിൽ മാർച്ച് ചെയ്ത ആദ്യ വനിത യുദ്ധവിമാന പൈലറ്റ് ആണ് ഭാവന കാന്ത് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക. ആ ഒരു പ്രത്യേകത കൂടി ഭാവനയ്ക്കുണ്ട്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ പ്രത്യേകതയാണ് നമ്മൾ പഠിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഫൈറ്റർ കോമ്പാക്ട് ലീഡർ ആയിരിക്കുകയാണ്. ഏറ്റവും നൂതനമായ രീതിയിൽ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ഫൈറ്റർ കോമ്പാക്ട് ലീഡർ കോഴ്സ് കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ് ഭാവന. അടുത്തതായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ജൂനിയർ ലാബ് അസിസ്റ്റന്റ് റാങ്ക് ഫയൽ ആണ്. ടാലന്റിന്റെ റാങ്ക് ഫയൽ മുൻവർഷ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാവുന്നതാണ്, ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട്, ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു സിലബസ് ആണ് PSC തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ഒരു സിലബസ് പ്രകാരം തയ്യാറാക്കിയിട്ടുള്ള റാങ്ക് ഫയൽ കൂടിയാണ് എന്താണ് ടാലന്റിന്റെ ഈ ഒരു ജൂനിയർ ലാബ് അസിസ്റ്റന്റ് റാങ്ക് ഫയൽ എന്ന് പറയുന്നത്. അപ്പോൾ പറഞ്ഞു, മുൻവർഷ ചോദ്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല NCERT അതേപോലെ VHSC പാഠഭാഗങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു QR കോഡ് വഴി ബുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയോ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ നിങ്ങൾക്ക് ഈ ബുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഉടൻ തന്നെ ഈ ഒരു ബുക്ക് സ്വന്തമാക്കി നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ നമ്മുടെ പോയിന്റിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഇനി നമ്മൾ നോക്കുന്നത് ഒരു പദ്ധതിയാണ്. പദ്ധതിയുടെ പേര് ഇതാണ്, ഗോബർധൻ. എന്താണ്? ഗോബർധൻ എന്നുള്ള പദ്ധതിയാണ്. ഗോബർധൻ എന്നുള്ള പദ്ധതിയാണ്. എന്താണ് ഈ പദ്ധതി എന്ന് നോക്കാം. ചാണകവും അതേപോലെ ജൈവ മാലിന്യങ്ങളും ഉപയോഗിച്ച് കംപ്രസ്ഡ് ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്നതിനായിട്ട് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയ ഒരു പദ്ധതിയാണെന്നാണ് ഗോബർധൻ എന്നുള്ള ഈ ഒരു പദ്ധതി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പദ്ധതിയുടെ ഈ ഒരു പേരിന്റെ ഫുൾ ഫോം എന്താണെന്ന് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ്? ഗാൽവനൈസിങ് ഓർഗാനിക് ബയോ അഗ്രോ റിസോഴ്സസ് ദാൻ എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിക്ക് നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു പദ്ധതിയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് കംപ്രസ്ഡ് ബയോഗ്യാസ്, കംപ്രസ്ഡ് ബയോഗ്യാസ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ 2026, 2027 മുതൽ 2035 മുതൽ 36 വരെയുള്ള ഈ ഒരു കാലയളവിൽ ഈ ഒരു ഈ ഒരു ഗ്യാസിന്റെ ഉപയോഗം, അതായത് കംപ്രസ്ഡ് ബയോഗ്യാസിന്റെ ഉൽപാദനം കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു ഇതിന്റെ ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാണ് പദ്ധതി എന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ്? ഗോബർധൻ എന്നുള്ള പദ്ധതിയാണ്. പദ്ധതിയുടെ ഫുൾ ഫോം എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഗാൽവനൈസിങ് ഓർഗാനിക് ബയോ അഗ്രോ റിസോഴ്സസ് ദൻ എന്നുള്ളതാണ് ഫുൾ ഫോം വരുന്നത്.
പദ്ധതി ഏതാണെന്ന് നല്ലതുപോലെ ഒന്ന് പഠിച്ചു വെക്കുക. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. ന്യൂക്ലിയർ ടെക്നോളജിയിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഡസ്ട്രിയൽ അക്കാദമിയ പ്രോഗ്രാം ആരംഭിച്ച സ്ഥാപനം ഏതെന്നാണ്. നോട്ട് ചെയ്ത് വെക്കുക. IIT ഹൈദരാബാദ് ആണ്. IIT ഹൈദരാബാദ് ആണ് ഇത്തരത്തിലൊരു ഇൻഡസ്ട്രിയൽ അക്കാദമിയ പ്രോഗ്രാം ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് പറഞ്ഞത്, ഇതെന്താണ് ഇവിടെ പ്രത്യേകത? ന്യൂക്ലിയർ ടെക്നോളജിയിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു ഇൻഡസ്ട്രിയൽ അക്കാദമിയ പ്രോഗ്രാം ആണ് ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രോഗ്രാം ഏതാണെന്ന് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അനുഗ്യാൻ. എന്താണ്? അനുഗ്യാൻ എന്നാണ് പ്രോഗ്രാമിന് നൽകിയിരിക്കുന്ന പേര്. എന്താണ്? അനുഗ്യാൻ എന്നാണ് പ്രോഗ്രാമിന്, ഈ ഒരു കോഴ്സിന് നൽകിയിരിക്കുന്ന പേര്. ഈ ഒരു കോഴ്സ് ആരംഭിച്ചിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ ന്യൂക്ലിയർ ടെക്നോളജി മേഖലയിൽ പുതിയ രീതിയിലുള്ള അല്ലെങ്കിൽ നവീകരിച്ചിട്ടുള്ള ഈ ഒരു സിലബസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടും കുട്ടികളിലൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുക, അല്ലെങ്കിൽ അത്തരത്തിൽ പഠിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു ഇൻഡസ്ട്രിയൽ അക്കാദമിയ പ്രോഗ്രാം കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊരു 3 മാസത്തെ റെസിഡൻഷ്യൽ പ്രോഗ്രാം ആണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ എന്താണ് പ്രോഗ്രാം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എന്താണ് ആ കോഴ്സ് എന്ന് പറഞ്ഞു, എന്താണ് അനുഗ്യാൻ എന്നുള്ളതാണ് ഈ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇത് ആരംഭിച്ചിരിക്കുന്ന സ്ഥാപനം ഏതാണ്? IIT ഹൈദരാബാദ് ആണ്. IIT ഹൈദരാബാദ് ആണ് ഇത്തരത്തിലൊരു കോഴ്സ് ആരംഭിച്ചിരിക്കുന്നത്. അടുത്ത നമുക്ക് നോക്കേണ്ട പോയിന്റ് ഇതാണ്. ക്രോൾ ഇന്ത്യ സെലിബ്രിറ്റി ബ്രാൻഡ് വാല്യുവേഷൻ 2025 പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മൂല്യവത്തായിട്ടുള്ള സെലിബ്രിറ്റി ബ്രാൻഡ് അല്ലെങ്കിൽ വ്യക്തി ആരെന്നാണ് നോക്കുന്നത്. നോട്ട് ചെയ്ത് വെക്കുക. ഷാരൂഖ് ഖാൻ ആണ് കേട്ടോ. ഷാരൂഖ് ഖാൻ ആണ് ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മൂല്യവത്തായിട്ടുള്ള വാല്യുബിൾ ആയിട്ടുള്ള സെലിബ്രിറ്റി ബ്രാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതാണ് റിപ്പോർട്ട് എന്ന് നമ്മൾ പറഞ്ഞു? ക്രോൾ ഇന്ത്യ സെലിബ്രിറ്റി ബ്രാൻഡ് വാല്യുവേഷൻ 2025 എന്നുള്ള റിപ്പോർട്ടാണ്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് പ്രകാരമാണ് ഇന്ത്യയിലെ ഏറ്റവും മൂല്യവത്തായിട്ടുള്ള സെലിബ്രിറ്റി ബ്രാൻഡ് ആരാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. അത് ഷാരൂഖ് ഖാൻ ആണ്. ഈ ഒരു റിപ്പോർട്ടിൽ 2ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് രൺവീർ സിംഗ് ആണ്. ആരാണ്? രൺവീർ സിംഗ് ആണ് ഈ ഒരു റിപ്പോർട്ടിൽ 2ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത്. 3ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് വിരാട് കോഹ്ലിയാണ്. ഈ ഒരു റിപ്പോർട്ടിൽ 3ാം സ്ഥാനത്ത് വന്നിട്ടുള്ളത്. പിന്നെ താഴെയുള്ള സ്ഥാനങ്ങളിലായിട്ട് MS ധോണി, അതേപോലെ ആലിയ ഭട്ട് തുടങ്ങിയ താരങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു സെലിബ്രിറ്റി ബ്രാൻഡ് റിപ്പോർട്ടിൽ 1ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ഷാരൂഖ് ഖാൻ ആണ്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. അടുത്തിടെ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ഏതെന്നാണ്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അഗ്നി 4. അഗ്നി 4 എന്നുള്ള മിസൈലാണ്. അപ്പോൾ ഇതിന്റെ പരീക്ഷണം വിജയകരമായിട്ട് പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മാസം ഒഡീഷയിലെ ചാന്ദിപൂരിൽ നിന്നാണ് ഇതിന്റെ പരീക്ഷണം നടന്നത്, അല്ലെങ്കിൽ വിക്ഷേപിച്ച് പരീക്ഷിച്ചത് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതൊരു മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ്. ഏതാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. അഗ്നി 4 ആണ്. ഇനി നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഇതാണ്. നിലവിലെ ക്യാബിനറ്റ് സെക്രട്ടറി ആരാണെന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. TV സോമനാഥനാണ്. ആരാണ്? TV സോമനാഥനാണ് നിലവിലെ ക്യാബിനറ്റ് സെക്രട്ടറി. ആ കാര്യം നമുക്ക് അറിയാവുന്നതാണ്. അദ്ദേഹത്തിന്റെ കാലാവധി 1 വർഷത്തേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ്. 1 വർഷത്തേക്ക് കൂടി അദ്ദേഹത്തിന്റെ കാലാവധി നീട്ടിയിരിക്കുകയാണ്. 1 വർഷത്തേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ആഭ്യന്തര സെക്രട്ടറി ആരാണെന്ന് നമുക്കറിയാം. നിലവിലെ നമ്മുടെ ആഭ്യന്തര സെക്രട്ടറി ആരാണ്? ഗോവിന്ദ് മോഹനാണ്. ആരാണ്? ഗോവിന്ദ് മോഹനാണ് നിലവിലെ ആഭ്യന്തര സെക്രട്ടറി. അദ്ദേഹത്തിന്റെ കാലാവധിയും 1 വർഷം നീട്ടിയിരിക്കുകയാണ്. ആരാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഗോവിന്ദ് മോഹൻ. അപ്പോൾ അദ്ദേഹമാണ് നിലവിലെ നമ്മുടെ ആഭ്യന്തര സെക്രട്ടറി എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. അദ്ദേഹത്തിന്റെ കാലാവധിയും 1 വർഷത്തേക്ക് നീട്ടിയിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട എക്സാം ആണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാം എന്ന് പറയുന്നത്. ഈ ഒരു എക്സാമിന് നമുക്കറിയാം സ്പെഷ്യൽ ടോപ്പിക്കും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് PSC ഒരു എക്സാം തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക് ഭാഗത്തെ ഏറ്റവും ഉയർന്ന മാർക്ക് നേടുവാൻ വേണ്ടിയിട്ട് ടാലന്റ് പുറത്തിറക്കിയിരിക്കുന്നതാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഈ ഒരു ബുക്ക്. പുതിയ സിലബസ് ആസ്പദമാക്കിയിട്ടാണ് ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. മാത്രമല്ല എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസും ഈ ഒരു ബുക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയോ അതേപോലെ തന്നെ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ നിങ്ങൾക്ക് ബുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് ബുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഉടൻ തന്നെ ബുക്ക് പർച്ചേസ് ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക. ഇനി നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ നോക്കിയത് ഒരു അപ്പോയിൻമെന്റ് ആയിരുന്നു. 2026 ഓഗസ്റ്റിൽ എയർ ഇന്ത്യയുടെ CEOയും അതേപോലെ മാനേജിംഗ് ഡയറക്ടറുമായിട്ട് നിയമിതരായത് ആരെന്നാണ് നമ്മൾ നോക്കിയത്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആരായിരുന്നു? ടെവോൾഡെ ഗബ്രെ മറിയമാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്പോയിൻമെന്റ് ആയത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് KSRTC അതിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കിയിട്ടുള്ള വാട്സപ്പ് ടിക്കറ്റിംഗ് സംവിധാനം ആരംഭിച്ചിരിക്കുകയാണ്.
അപ്പോൾ ആ വാട്സപ്പ് നമ്പർ ഏതാണെന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ എന്താണ് 149 എന്നുള്ള ടോൾ ഫ്രീ നമ്പറും ഇപ്പോൾ അവൈലബിൾ ആണ്, ആരംഭിച്ചിരിക്കുകയാണ്. ഇനി ഗതാഗത മന്ത്രി ആരാണെന്ന് പറഞ്ഞു, CP ജോൺ ആണ് നിലവിലെ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി. അതിനുശേഷം നമ്മൾ നോക്കിയത് ഒരു ചരിത്രപരമായിട്ടുള്ള നേട്ടമായിരുന്നു. ബഹിരാകാശത്ത് സ്പേസ് വാക്ക് നടത്തിയ ആദ്യ മലയാളിയാരാണ്? അനിൽ മേനോനാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. 2026 ഓഗസ്റ്റ് 6-നാണ് അദ്ദേഹം ഈ ഒരു സ്പേസ് വാക്ക് നടത്തിയത്. പിന്നീട് നമ്മൾ നോക്കിയത് ഒരു പദ്ധതിയാണ്, മൈ പോലീസ് സ്റ്റേഷൻ എന്നുള്ള പദ്ധതിയാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതി? കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളെ കൂടുതൽ ജനസൗഹാർദ്ദമാക്കുന്നതിനായിട്ട് ആരംഭിക്കുന്ന പദ്ധതിയാണ്. അപ്പോൾ ഈ ഒരു പദ്ധതി പ്രകാരം അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമായിട്ട് പോലീസ് സ്റ്റേഷനുകളുടെ ചാർജ് SHO എന്നുള്ള ചാർജ് ഇനി മുതൽ SI മാർക്ക് കൈമാറുന്നതാണ്. ശേഷം നമ്മൾ നോക്കിയത് കേരള ഹൈക്കോടതിയുടെ ഒരു പ്രഖ്യാപനമായിരുന്നു. എന്തായിരുന്നു ആ പ്രഖ്യാപനം? കരാറടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന വനിതാ ജീവനക്കാർക്കും ഗർഭപാത്രം നീക്കം ചെയ്യുന്നതിനുള്ള ശസ്ത്രക്രിയയ്ക്ക് ശമ്പളത്തോട് കൂടിയിട്ടുള്ള 45 ദിവസത്തെ അവധി അവരും അർഹരാണ് ഈ ഒരു അവധിക്ക് എന്നുള്ള പ്രഖ്യാപനമാണ് കൊണ്ടുവന്നത്. ഈ ഒരു പ്രഖ്യാപനം കൊണ്ടുവന്നത് കേരള ഹൈക്കോടതിയാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ നോക്കിയത് ഋതുധാരെ എന്നുള്ള പദ്ധതിയാണ്. ഈ ഒരു പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. കർണാടകയിലാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചത്. അപ്പോൾ ആർത്തവ വിരാമ പ്രായത്തിലെ സ്ത്രീകൾക്ക് അവരെ ആരോഗ്യപരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഫൈറ്റർ കോമ്പാക്ട് ലീഡർ ആരെന്നാണ് നോക്കിയത്. ആരാണ്? ഭാവന കാന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഫൈറ്റർ കോമ്പാക്ട് ലീഡർ എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. പിന്നീട് നമ്മൾ നോക്കിയത് മറ്റൊരു പദ്ധതിയാണ്, ഒരു സെൻട്രൽ ഗവൺമെന്റ് പദ്ധതിയാണ്. അതാണ് ഗോബർധൻ എന്നുള്ള പദ്ധതിയാണ്. പദ്ധതിയുടെ ലക്ഷ്യം ചാണകവും അതേപോലെ ജൈവ മാലിന്യങ്ങളും ഉപയോഗിച്ച് കംപ്രസ്ഡ് ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്നതിനായിട്ട് അടുത്തിടെ അംഗീകാരം നൽകിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. അപ്പോൾ 2026-27 കാലയളവ് മുതൽ 2035-36 കാലയളവിലേക്ക് നമ്മുടെ രാജ്യത്തെ ഈ ഒരു കംപ്രസ്ഡ് ബയോഗ്യാസിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. അതിനുശേഷം നമ്മൾ നോക്കിയത് ന്യൂക്ലിയർ ടെക്നോളജിയിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഡസ്ട്രിയൽ അക്കാദമിയ പ്രോഗ്രാം ആരംഭിച്ച സംസ്ഥാനം ഏതെന്നാണ് നോക്കിയത്. IIT ഹൈദരാബാദ് ആണ് ഇത്തരത്തിലൊരു കോഴ്സ് ആരംഭിച്ചിരിക്കുന്നത്. അനുഗ്യാൻ എന്നുള്ള കോഴ്സാണ് ആരംഭിച്ചത്. ഓക്കെ, അപ്പോൾ IIT ഹൈദരാബാദ് ആണ് ഈ ഒരു കോഴ്സ് ആരംഭിച്ചിരിക്കുന്നത്. പിന്നീട് നമ്മൾ നോക്കിയത് ഒരു റിപ്പോർട്ടായിരുന്നു, ക്രോൾ ഇന്ത്യ സെലിബ്രിറ്റി ബ്രാൻഡ് വാല്യുവേഷൻ 2025 റിപ്പോർട്ടാണ്. ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മൂല്യവത്തായ സെലിബ്രിറ്റി ബ്രാൻഡ് ആരാണ്? ഷാരൂഖ് ഖാൻ ആണ്. റിപ്പോർട്ടിലെ രണ്ടാം സ്ഥാനത്തുള്ളത് രൺബീർ സിംഗ് ആണെന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അതേപോലെ 3-ാം സ്ഥാനത്ത് വിരാട് കോഹ്ലിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു, അടുത്തിടെ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ഏതെന്നാണ്? അഗ്നി 4 എന്നുള്ള മിസൈലാണ്. ഒഡീഷയിൽ നിന്നാണ് ഈ ഒരു പരീക്ഷണം നടന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് നിലവിലെ ക്യാബിനറ്റ് സെക്രട്ടറി ആരെന്നാണ്? TV സോമനാഥനാണ് നിലവിലെ ക്യാബിനറ്റ് സെക്രട്ടറി. അതേപോലെ നിലവിലെ ആഭ്യന്തര സെക്രട്ടറി ആരാണ്? ഗോവിന്ദ മോഹനാണ്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും കാലാവധി 1 വർഷത്തെ കൂടി നീട്ടിയിരിക്കുകയാണ്. ഇനി നമ്മൾ നോക്കുന്നത് നമ്മുടെ വേരിയസ് LGS എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു റാങ്ക് ഫെയിൽ ആണ്. ടാലന്റ് പുറത്തിറക്കിയിരിക്കുന്ന അഡ്വാൻസ്ഡ് റാങ്ക് ഫെയിൽ ആണ്. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്കിത് പ്രീ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്കറിയാം ടാലന്റിന്റെ പല റാങ്ക് ഫെയിലുകളും വന്ന ഉടനെ തന്നെ സോൾഡ് ഔട്ട് ആയി പോകുന്നത്. നിങ്ങൾക്ക് കിട്ടാത്തതിന്റെ പരാതികളൊക്കെ നിങ്ങൾ കമന്റുകളായിട്ട് അറിയിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രീ ബുക്കിംഗ് വന്നപ്പോൾ തന്നെ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇനി വരുന്ന ഈ ഒരു LGS എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ബുക്കാണ്. ഉടൻ തന്നെ ഇത് പ്രീ ബുക്ക് ചെയ്യാവുന്നതാണ്. മുൻവർഷ ചോദ്യങ്ങളും അതേപോലെ SCRT NCRT പാഠഭാഗങ്ങളും ഒക്കെ കവർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു റാങ്ക് ഫെയിൽ തയ്യാറാക്കിയിട്ടുള്ളത്. QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് ബുക്ക് പർച്ചേസ് ചെയ്യാം. അല്ലെങ്കിൽ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ടോ ഇനി ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയിട്ടോ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ നിങ്ങൾക്ക് ഈ ബുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഉടൻ തന്നെ പർച്ചേസ് ചെയ്യുക. ഇനി നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ നോക്കുകയാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്, ദക്ഷിണ റെയിൽവേയുടെ ആദ്യത്തെ മെക്കാനിക്കൽ ഹെറിറ്റേജ് മ്യൂസിയം സ്ഥാപിതമാവുന്നത് എവിടെയെന്നാണ് ചോദ്യം. ഓപ്ഷൻ A എറണാകുളം, ഓപ്ഷൻ B കോഴിക്കോട്, ഓപ്ഷൻ C ഷൊർണൂർ, ഓപ്ഷൻ D കൊല്ലം. അടുത്ത ചോദ്യം ഇതാണ്, കേരളത്തിലെ ആദ്യത്തെ സംഘടിത നിലക്കടല ഗ്രാമമാകാൻ ഒരുങ്ങുന്ന പഞ്ചായത്ത് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ A കുമരകം, ഓപ്ഷൻ B എലപ്പുള്ളി, ഓപ്ഷൻ C മരങ്ങാട്ടുപള്ളി, ഓപ്ഷൻ D നെടുമ്പാശ്ശേരി. ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരം നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, 2026 ജൂലൈയിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറലായി നിയമിതയായത് ആരെന്നായിരുന്നു ചോദ്യം. ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ B ആണ്, അശോക് അഗ്ലാവയാണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം ഇതായിരുന്നു, 2026 ഓഗസ്റ്റിൽ ഇറാനിലെ അടുത്ത ഇന്ത്യൻ അംബാസഡറായി നിയമിതനായത് ആരെന്നായിരുന്നു ചോദ്യം. ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ A ആണ് ശരി ഉത്തരം. വിശ്വേഷ് നേഗിയാണ്. ആരാണ്? വിശ്വേഷ് നേഗിയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്പോയിന്റ്മെന്റ് ആയിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.